രാവിലെ എന്താ കുറച്ച് മടി തോന്നിയൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ രാവിലെ ചായക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ദക്ഷുവിനോട് ചോദിച്ചിട്ടാട്ടോ ഉണ്ടാക്കിയത്. ദക്ഷു ഉപ്പുമാവ് മതി എന്ന് പറഞ്ഞു. ഇത് ഗോതമ്പ് തരി ഉണ്ടല്ലോ, അതിനെ കൊണ്ടുള്ള ഉപ്പുമാവ്. അത് പൊതുവേ ഞാൻ രാവിലെ ഒന്നും അത് ഉണ്ടാക്കാറില്ല. ദക്ഷുവിന് ഇഷ്ടമാണ് കേട്ടോ. അമ്മമ്മേൻ്റെ വീട്ടിലാകുമ്പോൾ അമ്മമ്മ വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് അവൻ അവിടെ നിന്ന് കഴിച്ചിട്ട് അവന് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയേക്ക അമ്മ എന്ന് പറഞ്ഞത്. അപ്പം ഉപ്പുമാവും പഴം ഉണ്ടായിരുന്നു. പഴം വാട്ടിയിട്ട് അതും കൊടുക്കാമെന്ന് വിചാരിച്ചു. പഴം വാട്ടിയിട്ട് അതിൽ ശർക്കര പാനിയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഒരു തട്ടിക്കൂട്ടലായിട്ടോ. അപ്പോഴേക്ക് ദക്ഷു ബഹളം വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഗേറ്റ് ഇപ്പോൾ പൂട്ടും. കാരണം ഞാൻ അടുക്കളയിൽ പണിയെടുക്കുകയാണെങ്കിൽ ദക്ഷുമോൻ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് പോകും ഫ്രണ്ടിനെ കാണുമ്പോൾ. അപ്പം നായേൻ്റെയൊക്കെ ശല്യം ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ പണി കഴിഞ്ഞ് പുറത്തേക്ക് വന്നതിന് ശേഷമേ തുറക്കുകയുള്ളൂ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി കച്ചറ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കി വീണ്ടും അടുക്കളയിലേക്ക് വന്ന് അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുഞ്ഞാറ്റേനെ കളിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പിന്നെ വീട്ടിൽ നിന്നായി കളി. അപ്പം ശബരിമലയിൽ പോയി വന്ന പ്രസാദം ഉണ്ടായിരുന്നു, അരവണയും പൊരിയൊക്കെ. രണ്ടാളും കൂടി കളിച്ചിട്ട് അതൊക്കെ കഴിച്ചപ്പോഴേക്കും ഞാൻ ഉച്ചക്കത്തെ പരിപാടിയിലേക്ക് കിടന്നിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല മുളകിട്ട മാന്തക്കറി കൂട്ടിയിട്ടുള്ള ഊണായിരുന്നു കേട്ടോ. ചില ദിവസങ്ങൾ നമുക്കിങ്ങനെ തോന്നുമല്ലോ, നല്ല എരിവുള്ള ഒരു മീൻകറി കൂട്ടിയിട്ട് ചോറുണ്ടായാലോ എന്ന്. അങ്ങനെയുള്ള ഒരു തോന്നലിൽ നിന്നുണ്ടായ മീൻകറിയാണ് ഇട്ടത്. ഇന്ന് ഞാൻ വഴറ്റിയിട്ടൊക്കെയാണ് ഉണ്ടാക്കിയത്. ആ ഒരു കൊതി കൊണ്ട് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വലിയുള്ളി, തക്കാളി എല്ലാം കൂടെ ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ചതിന് ശേഷം അതെല്ലാം കൂടെ ഇട്ടൊന്ന് വഴറ്റി കൊടുത്തു കേട്ടോ. അതൊന്ന് വഴണ്ട് വന്നപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുളമ്പുളിയും കൂടി ഇട്ടിട്ട് അതൊന്ന് പച്ചമണം മാറുന്ന വരെ വഴറ്റി പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ മീനുണ്ടല്ലോ, വലിയ മാന്തയായിരുന്നു കേട്ടോ. ആ മാന്ത അതിലേക്കിട്ട് ഒരു കറിവേപ്പിലയും വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നല്ല കുറുകി വരുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മാന്തക്കറി. നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കോവയ്ക്കും പിന്നെ നമ്മുടെ ക്യാരറ്റും ഉള്ളിയും കൂടി ഇട്ടിട്ടുള്ള ഒരു ഉപ്പേരി. ക്യാരറ്റും കോവയ്ക്കും ദക്ഷിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതും പിന്നെ കുറച്ച് തൈരും ഉണ്ടായിരുന്നു കേട്ടോ. തൈരും മീനും വിരുദ്ധമാണെന്നാണ് പറയാം. ചില ദിവസങ്ങളിൽ ഞങ്ങൾ തൈര് കൂട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ദക്ഷുവിന് കൊടുത്ത് ദക്ഷുവിന് ടി വി കണ്ടുകൊണ്ടും കളിച്ചുകൊണ്ടും കൂടിയാണ് ഊണ് കഴിപ്പ്. ഓരോ ദിവസം ഓരോ സ്റ്റൈലാണ്. ചില ദിവസങ്ങളിൽ വെള്ളത്തിൽ കളിച്ചുകൊണ്ടുള്ള തീറ്റയാണ് കേട്ടോ. എന്നെന്തായാലും അത് ഇല്ല. അപ്പോൾ അവൻ ചോറൊക്കെ കഴിച്ച് ഉപ്പേരിയൊക്കെ നന്നായിട്ട് കൂട്ടി അവൻ്റെ ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും കൂടി അങ്ങോട്ട് ആ മുളകിട്ട കറി കൂട്ടി നന്നായിട്ട് അങ്ങോട്ട് ആസ്വദിച്ച് കഴിച്ചു കേട്ടോ.